ഇപ്പൊ രാവിലെ ഇന്ന് സോയാബീൻസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് സോയാബീൻസിന് വേണ്ടിയുള്ളതാണ്. ഞാൻ ഇതെല്ലാം അരിഞ്ഞു വെച്ച് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തിന്നുന്നുണ്ട്, വേവിച്ച് വെച്ചു കേട്ടോ. ഇനി അതിനുള്ള സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ദാണ്ട് ഈ പിച്ചാത്തി, നമ്മുടെ വൈറൽ പിച്ചാത്തി ഞാനും വാങ്ങിച്ചു. സെറ്റ് 3 ജസ്റ്റ് 210 rupees. പാർക്കിംഗ് വേണമെങ്കിൽ പോയി വാങ്ങിച്ചു. അങ്ങനെ പിന്നെ എന്താ പെട്ടെന്ന് അരിയാണ്. വീട്ടിൽ പണിക്കാരുള്ളതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഭയങ്കര ഡള്ളായിരുന്നു. വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു, എനിക്ക് കുറച്ച് പണിത്തിരക്കായിരുന്നു. പിന്നെ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ പെട്ടെന്ന് അരിഞ്ഞു കേട്ടോ. പിന്നെ ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് ചോദിക്കും, വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് എന്താണ് ഇത്രയ്ക്ക് വിഷമമെന്ന്. അപ്പോൾ ആ വിഷമം മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അപ്പത്തിനുള്ള കിഴങ്ങേറിയാണ് കേട്ടോ കുക്കറിൽ കിടന്ന് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോരും കൂടെ രാവിലെ കാച്ചെങ്കിൽ കുറച്ച് ജോലിയും ഒതുങ്ങുമല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതാ പച്ചമുളകും ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ചെല്ലാം വെച്ച് മോരും കാച്ചി. കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കുന്നില്ല, കാരണം എനിക്ക് തീരെ സമയമില്ല. പിന്നെ അതെ നമ്മുടെ ഫ്രണ്ടിൽ ഇതാ നേരത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാലോ, ഷീറ്റ് വർക്ക് ഉണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ അഴിച്ചു മാറ്റിയപ്പോൾ നല്ല വെട്ടം. പിന്നെ ഒരു കാര്യമുണ്ട്, സിറ്റ് ഔട്ടിൽ ഹോളിലും ചൂട് കൊണ്ട് നമുക്ക് ഇരിക്കാൻ പോലും വയ്യ. പിന്നെ അതേ പിടയ്ക്കാത്ത ചിക്കൻ, മീനാകുമ്പോൾ പിടയ്ക്കുന്നത്, ഇറച്ചിയാകുമ്പോൾ പിടയ്ക്കാത്തത്. അങ്ങനെ അതേ ഇറച്ചിയൊക്കെ കറി വെച്ചു. ഇതാ പിന്നെ എന്താണ് മോര് കാച്ചി, പിന്നെ സോയാബീൻസ് മെഴുക്ക് വരട്ടി, അവർക്കൊക്കെ ചോറ് കൊടുത്തു കഴിഞ്ഞ് ഞാൻ ദേ അഥർവ മൂവി നമ്മുടെ മമ്മൂക്കാടെ ഞാൻ കണ്ടിട്ടില്ല, അത് കാണാനിരുന്നു. അപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഐസ് തിന്നുന്ന സ്വഭാവം ഇപ്പോൾ ഉള്ളത് കൊണ്ട് കുറച്ച് ദിവസം മാറ്റിയതായിരുന്നു. എങ്കിലും ഇന്ന് കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു കഷ്ണം ഐസ് എടുത്ത് വായിലിട്ടുകൊണ്ട് താണ്ട് മൂവി കാണാണ്. 2:30 ആയതുകൊണ്ട് തന്നെ കിടക്കാൻ സമയമില്ല. 3 മണിക്ക് അച്ഛന് കട്ടൻ കൊടുക്കണം. പിന്നെ കാർത്തിക്ക് 3 മണിയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും. അങ്ങനെ കുറച്ച് നേരം ടി വി കണ്ടിട്ട് പിന്നെ വൈകുന്നേരത്തെ ജോലികളെല്ലാം ഒതുക്കി താണ്ട് ബദാം പരിപ്പിന്റെ ടിന്നി കണ്ടപ്പോൾ 2 ബദാം പരിപ്പ് എടുത്ത് വായിലിട്ടു. അങ്ങനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ എനിക്കങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല, എന്നാലും 2 വായിലിടും. പിന്നെ 2 കശുവണ്ടിയും കൂടെ, കാരണം ബദാം പരിപ്പ് തിന്നുമ്പോൾ മറ്റേതിന് വിഷമം വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് അതും കൂടെ കഴിക്കും. ഇത് രണ്ടും കഴിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 2 ടിന്നിന്റെ പുറയിലാണ് കാപ്പിപ്പൊടിയുടെ ടിന്നിരിക്കുന്നത്. അത് എടുക്കാൻ പോകുമ്പോഴാണ് സാധാരണ ഞാൻ ഇത് രണ്ടും കഴിക്കുന്നത്. കൊണ്ടുപോകാഞ്ഞുകൊണ്ട് ഇത് കൃതിക മുറ്റത്തിരുന്ന് കളിയാണ് ഗൈസ്, നോക്കൂ. പിന്നെ ഇത് ഇവിടെ മൊത്തം ചെരുപ്പും സാധനങ്ങളും എല്ലാം നിരത്തിയിട്ടിരിക്കുകയാണ്. നമ്മുടെ ചെരുപ്പിന് സ്റ്റാൻഡെല്ലാം മാറ്റി. പണി നടക്കുന്നതുകൊണ്ട് തന്നെ മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. നാളെയും പണിയുള്ളതുകൊണ്ട് അവരുടെ സാധനങ്ങളൊക്കെ സൈഡിലാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തൂത്തത് മാത്രമേ ഉള്ളൂ, എനിക്ക് തുടയ്ക്കാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ വിളക്ക് കത്തിച്ചില്ല. പിന്നെ ചായയുടെ അഡിക്ഷൻ നിർത്തി, ഇപ്പോൾ കോഫിയുടെ അഡിക്ഷനായി. എന്ത് തന്നെയാണെങ്കിലും കോഫി ഞാൻ കുടിക്കും. അപ്പോഴാണ് എൻ്റെ മുഖത്തൊരു കുരു ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ അത് ഓർത്ത് വിഷമിച്ചിരിക്കട്ടെ. ഇന്നത്തെ വീഡിയോ